ഇബ്രാഹിം നബി ഭാര്യ ഹാജറയെയും മകൻ ഇസ്മായിലിനെയും മക്കയിലെ മരുഭൂമിയിൽ വിട്ട് അള്ളാഹുവിൽ അർപ്പിച്ച മതപ്രബോധത്തിനായി അന്യനാട്ടിലേക്ക് പോയി. ഹാജറയും മകൻ ഇസ്മായിലും മക്കയിലെ മരുഭൂമിയിലൂടെ വെള്ളം കിട്ടാതെ ദാഹിച്ച് തളർന്ന് നടക്കുകയായിരുന്നു. വിജനമായ മരുഭൂമിയിൽ ഒരിറ്റു വെള്ളം പോലുമില്ലാതെ കുഞ്ഞിനെയും കൊണ്ട് തനിച്ചായി ഹാജറ. ദാഹം കൊണ്ട് അവശനായ ഇസ്മായിൽ വെള്ളത്തിനായി കരച്ചിലായി. ഈ വിഷാദാവസ്ഥയിൽ അടുത്തെവിടെയെങ്കിലും വെള്ളമുണ്ടോ എന്ന് അന്വേഷിക്കുവാനായി കുഞ്ഞിനെ കഅബ സ്ഥിതി ചെയ്യുന്നതിനടുത്തായി കിടത്തിയിട്ട് തൊട്ടടുത്തുള്ള സഫാ കുന്നിലേക്ക് അവർ പുറപ്പെട്ടു. ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നിരാശയായിരുന്നു ഫലം. ഉടൻ തന്നെ സഫാ കുന്നിൽ നിന്നും തായ്വരയിലേക്ക് ഇറങ്ങി മർവ കുന്നിലേക്ക് നടന്നു. മർവയിലെത്തി നാലുപാടും നോക്കിയിട്ടും ആരെയും കണ്ടില്ല. നിരാശയായ ഹാജറ ദാഹജലത്തിന് വേണ്ടി വീണ്ടും സഫാ മർവ കുന്നുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 7 തവണ ഓടി. നിരാശയായി തിരിച്ചെത്തിയ ഹാജറ ബീവി കണ്ടത് മകൻ കാലിട്ടടിച്ച് കരയുന്ന സ്ഥലത്ത് വലിയൊരു ശുദ്ധജല ഉറവ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതാണ്. നീരുറവയുടെ ശക്തി നിലക്കാതെ വന്നപ്പോൾ ഹാജറ സംസം എന്ന് അട്ടഹസിച്ചു. അതോടെ വെള്ളത്തിൻ്റെ ശക്തി നിയന്ത്രണത്തിലായി. ഈ നീരുറവയാണ് സംസം കിണറായി മാറിയതെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കർമ്മത്തിന് വരുന്നവർ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് ഇതേ കിണറിനെയാണ്. പലരും ഇതിലെ വെള്ളം ശേഖരിച്ച് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ടെങ്കിലും ഈ കിണറിനെ ആരാധിക്കുന്ന പതിവില്ല. ചൂടാകുമ്പോൾ സംസം വെള്ളത്തിന് നിറവ്യത്യാസം വരാറുണ്ട്. സംസം വെള്ളത്തെക്കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ചരിത്രത്തിൽ ഒരിക്കൽ പോലും വറ്റാത്ത കിണർ. ആഴം 30 മീറ്റർ, 3.25 മീറ്റർ താഴ്ചയിൽ തന്നെ ജലവിധാനം. സെക്കൻഡിൽ 80 ലിറ്റർ ജലം പുറത്തേക്കെത്തുന്നു. ഗവേഷണങ്ങൾ ഇന്നും പുരോഗമിക്കുന്നു. നേരത്തെ കഅബക്കരികിൽ മുകളിൽ നിന്നും കാണാൻ വിധമായിരുന്നു കിണർ. ഇന്നത് മത്താഫിന് താഴെയാക്കി. ഇവിടേക്ക് പ്രവേശനം സുരക്ഷാ കാരണങ്ങളാൽ പരിമിതമാണ്. ഇന്നും ജലവിധാനം ഇതിനകത്ത് കാണാം. ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ത്യാഗം സ്മരിക്കുന്ന ഹജ്ജിനൊടുവിൽ സംസം ശേഖരിച്ചാണ് തീർത്ഥാടകർ മടങ്ങാറ്. കഅബയിൽ നിന്നും 4.5 കിലോമീറ്റർ അകലെയാണ് അത്യാധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച വിശാലമായ സൗകര്യങ്ങളോടെയുള്ള പ്ലാന്റ്. പ്രതിദിനം 50 ലക്ഷം ലിറ്റർ സംസം വെള്ളം ശുദ്ധീകരിക്കുന്നതിന് ശേഷിയുള്ളതാണ് മക്ക കുബൈയിലുള്ള കിങ് അബ്ദുള്ള സംസം പ്ലാന്റ്. നിരവധി ഫിൽട്ടറുകളും അണുനശീകരണ യൂണിറ്റും അടങ്ങുന്ന 2 പ്രധാന ശുദ്ധീകരണ ലൈനുകളാണ് പ്ലാന്റിനുള്ളത്. ഇവിടെ നിന്നും ശുദ്ധീകരിച്ച സംസം വെള്ളം 42 വിതരണ കേന്ദ്രങ്ങളിലേക്ക് പമ്പു ചെയ്യുകയും അവിടെ നിന്നും തീർത്ഥാടകർക്ക് സന്ദർശകർക്കും ലഭ്യമാക്കുകയും ചെയ്യും. ഇതിന് സമീപത്ത് തന്നെ സംസം പാത്രങ്ങളിൽ നിറക്കുന്ന ഫില്ലിംഗ് ഫാക്ടറിയുമുണ്ട്. ഫില്ലിംഗ് ഫാക്ടറിയിലേക്ക് ദിവസേന 20 ലക്ഷം ലിറ്റർ സംസജലം പമ്പ് ചെയ്യുന്നതിനും സംവിധാനമുണ്ട്. 13,405 ചതുരശ്ര മീറ്റർ പ്രദേശത്ത് സ്ഥാപിച്ച ഈ ഫില്ലിംഗ് ഫാക്ടറിക്ക് 2 ലക്ഷം കണ്ടെയ്നറുകൾ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. 10 ലിറ്റർ ശേഷിയുള്ള 1.5 കോടി കണ്ടെയ്നറുകൾ സൂക്ഷിച്ചു വെക്കാനുള്ള ഓട്ടോമാറ്റിക് സ്റ്റോറിംഗ് കേന്ദ്രവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്യാധുനിക ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. കഅബയിലെത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർ തിരിച്ചു പോകുമ്പോൾ അവരുടെ കൈകളിൽ ക്യാനുകളിലോ ബോട്ടിലുകളിലോ ആക്കി സംസം വെള്ളം അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്നും ശാസ്ത്രലോകം ഞെട്ടിയിരിക്കുന്ന ഒന്നാണ് സംസം വെള്ളം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.